പറഞ്ഞ എല്ലാം വായിച്ചു കളഞ്ഞേക്ക്. വരിക, പഠിക്കുക, സർട്ടിഫിക്കറ്റ് ആയിട്ട് പോവുക. നമുക്കറിയാമായിരിക്കും ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ അവന്മാർ കുറേ ലോ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ വിച്ച് ഇൻടേക്ക് ഈസ് ബെസ്റ്റ് ഫോർ കമ്മിങ് ആസ് എ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ്. അതായത് UK വരാൻ നേരത്ത് ഏത് ഇൻടേക്കാണ് ബെസ്റ്റ്. അതായത് ഇവിടെ കുറേ ഇൻടേക്സ് ഉണ്ട്. ജാനുവരിയിൽ ഒരെണ്ണമുണ്ട്, സെപ്റ്റംബറിൽ ഒരെണ്ണമുണ്ട്, പിന്നെ അത് കൂടാണ്ട് ഇടയ്ക്കായിട്ട് ലൈക്ക് ഫെബ്രുവരിയിൽ, മാർച്ചിൽ, അത് ചില യൂണിവേഴ്സിറ്റീസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ ഇൻടേക്ക് വന്നാൽ ബെസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും ഞാൻ പിന്നെ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ വെച്ചായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വരാനിരിക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. പ്രസന്റ് സിറ്റുവേഷനിൽ ഈ സെപ്റ്റംബറിൽ വന്നാണോ നല്ലത്, അതായത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജാനുവരി ഇൻടേക്കിൽ വരുന്നതാണോ നല്ലതെന്നൊക്കെ പറഞ്ഞു കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് അവരുടെ ലോണിൻ്റെ ഒക്കെ എന്താണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക്കിലാണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്, പ്രോസസ്സിങ് പിന്നെ വൈകും. അപ്പോൾ കുറച്ചും കൂടി ടൈം ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതായത് സെപ്റ്റംബർ കഴിഞ്ഞിട്ടുള്ള ജാനുവരി ഇൻടേക്ക് ആകുമ്പോൾ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോൾ നിലവിലെ സിറ്റുവേഷനിൽ ലോസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ വന്നത് ജാനുവരി ഇൻടേക്കിലായിരുന്നു. അപ്പോൾ ഞാൻ വന്ന ആ ടൈമിൽ എനിക്കുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ, ഇവിടുത്തെ ഒരു കൾച്ചർ പ്രകാരം നമ്മുടെ നാട്ടിൽ എന്നാ പറയാൻ ഇപ്പോഴത്തെ ഈ കടന്നു പോണ കുറേ മാസങ്ങളിൽ, അതായത് നല്ല രീതിക്ക് മഴയൊക്കെ പെയ്ത് കുറേ പേര് പണിയില്ലാണ്ടൊക്കെ ഇപ്പോഴൊക്കെ ആയിരിക്കും മറ്റേ ആഡീസയിൽ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ കൊണ്ടുവരുന്നത്. അതായത് റിഡക്ഷനും എന്ന് വെച്ചാൽ വർക്കും കാര്യങ്ങളൊക്കെ ഡൗൺ ആയിരിക്കും ഈ ഒരു മാസത്തിൽ. ഇതേപോലെയാണ് ഇവിടെ ജാനുവരി മാസം. കാര്യം എന്ന് വെച്ചാൽ ഇവർ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണം. നമുക്കങ്ങനെ കുറേ സെലിബ്രേഷൻ, അതായത് ഓണം, വിഷു, പിന്നെ ക്രിസ്മസ്, അതിൻ്റെ ഇടയ്ക്ക് വേറെ പൊങ്കാല, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇത് ബ്രിട്ടീഷേഴ്സിന് കൂടുതലും ഒരു ആഘോഷിക്കേണ്ടത് ക്രിസ്മസ് ആണ്. അതായത് ഡിസംബർ തൊട്ട് അവന്മാരങ്ങ് അർമാദിച്ച് ആഘോഷിക്കാൻ പറ്റും. അതായത് ഡിസംബർ 25 അവന്മാർ അടിച്ചു പൊളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കേസാണ് ന്യൂ ഇയർ. അത് നല്ല രീതിക്ക് ആഘോഷം. അപ്പോൾ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർ മാക്സിമം ഉണ്ടാക്കണതൊക്കെ അന്ന് തകർത്തു വാരി ചിലവാകും, മനസ്സിലായ. എന്നിട്ട് പിന്നെ ഈ ന്യൂ ഇയറും കൂടി ആകുമ്പോൾ പൂർത്തിയായി. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ റിഡക്ഷനും കാര്യം. നമുക്കിപ്പോൾ ഈ ജൂണും ഈ മഴയൊക്കെ പെയ്യണ മാസത്തിലാണെങ്കിൽ ഇവന്മാർക്ക് ജാനുവരിയിലായിരിക്കും. ഞാൻ കുറേ ഷോപ്സിൽ അന്ന് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, എല്ലായിടത്തും റിഡക്ഷൻ ഇട്ട് വെച്ചേക്കുക. അതായത് സെയിൽസ് ഭയങ്കര ഡൗൺ ആണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ ചെന്നിട്ട് ചേട്ടാ പാർഡേയും ഉണ്ടോ മറ്റേതുണ്ടോ ചേട്ടാ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. ഉള്ള കാര്യം പറഞ്ഞേക്ക്. ഞാനിവിടെ ജാനുവരി എന്നിട്ട് പിന്നെ എനിക്കൊന്നും ആദ്യത്തെ മാസമൊന്നും ജോബേ കിട്ടിയത്. ഞാൻ നടന്നൊന്നും മടുത്തിട്ടുണ്ട് എല്ലാ കടയിലും ചോദിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ആ സെയിൽസ് ഒക്കെ ഒന്ന് അപ്പായി വന്നെ. അപ്പോൾ അവർക്ക് ആളാവശ്യമുണ്ട്. അപ്പോൾ പിന്നെ സമ്മർ സ്റ്റാർട്ട് ചെയ്യും. സമ്മർ ആകുമ്പോൾ ഇവിടെ പറഞ്ഞ ആൾക്കാർ ആവശ്യമെന്ന് വെച്ചാൽ എല്ലാവരും ഔട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങുകയാണ്. ക്ലൈമറ്റ് നല്ലതാണ്. ക്ലൈമറ്റ് നല്ല ആകുമ്പോഴാണ് ആൾക്കാർ മാക്സിമം ഇവിടെ പുറത്തിറങ്ങണം. അതായത് ഈ ടൈം ഇപ്പോൾ ഒരു സമ്മർ ടൈമാണ്, മിക്കൊരു ഹോളിഡേയ്സിലൊക്കെ പോയി അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അന്യായ തിരക്കാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ടൈമിൽ അവർക്ക് കൂടുതൽ ആൾക്കാർ ആവശ്യമുണ്ട്, അതായത് സമ്മർ. അപ്പോൾ ഈ സമ്മറിന് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ അടുത്ത് തന്നെ വരുന്ന ഇതാണ് സെപ്റ്റംബർ ഇൻടേക്ക്. ഈ സെപ്റ്റംബർ ഇൻടേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം പറയാം, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ കഴിഞ്ഞ അതായത് 2024 സെപ്റ്റംബറിൽ വന്നിട്ട് അവന് 1 വീക്ക് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി. ഞാൻ തന്നെ അതിശയിച്ചു. ഞാൻ ജാനുവരി വന്നിട്ട് എനിക്ക് തന്നെ ഒരു പ്രോപ്പർ ജോലി എന്ന് പറയുന്നത് 1-2 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതിന് മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കാഷ്നാലിറ്റി ചെയ്തില്ല എന്നല്ല ചെയ്തിട്ടുണ്ട്. അത് എന്നെ പറയാനാ, ഞാൻ പുള്ളിയോട് ചോദിച്ചു, പുള്ളി എന്നെ തരാമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ പുള്ളി ക്യാഷിന് തന്നെയാണ്. പക്ഷേ 1-2 ദിവസമൊക്കെ ഉള്ളു. പിന്നെ ഞാനും ഓർത്ത് എന്നെ അടിച്ചിട്ട് എന്നാത്തിന് അത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര ഇതാട്ടോ എന്ന് വെച്ചാൽ ക്യാഷ് ഞാൻ പോയ ഒരു തൂക്കും, ഒരു മാക്സിമം ഭയങ്കര ചെക്കിംഗ് ആണ് എല്ലായിടത്തും. അതായത് ഇപ്പോൾ കുറേ പേര് യൂബറൊക്കെ ഓർഡറുണ്ട് എന്ന് വെച്ചാൽ വേറെ അക്കൗണ്ടൊക്കെ വെച്ചാൽ അവരെയൊക്കെ നൈസായിട്ട് പിടിച്ചിട്ട് ബാൻ ചെയ്യും. അതൊക്കെ റിസ്ക് ആണ്. പിന്നെ അത് കൂടാണ്ട് ഞാൻ പിന്നെ കുറേ ഹോട്ടൽസിൻ്റെ കാറ്ററിംഗ് വർക്ക്സ് ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ 500 രൂപയല്ലേ, ഇവിടെ 10,000 രൂപയ്ക്ക് ഒറ്റയടിക്ക് കിട്ടണം. അതിൻ്റെ കുറച്ച് വർക്കിനൊക്കെ പോയായിരുന്നു ആ മാസം. പിന്നെ അതിൽ പ്രോപ്പറായി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഫെബ്രുവരി ഒക്കെ ഒരു കഴിഞ്ഞിട്ടൊരു അവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പക്കായിട്ട് ഞാൻ കയറിയത്. അപ്പോൾ അതാ പറഞ്ഞ ആ ഒരു മാസത്തിൽ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് വന്നു, അവർക്കും കിട്ടിയിട്ടില്ല. ആകെ ഒരു എന്നാ പറയാൻ ഒരു പന്ന പിടിച്ച മാസമൊക്കെ ആട്ടെ ഈ ജാനുവരി. ആ ഇൻടേക്ക് വരാൻ നിൽക്കുന്നവരോട് ഞാൻ പ്രത്യേകം പറയാണ്, ഇതൊക്കെ അറിഞ്ഞു വരിക. കുറച്ച് പാടാണ് കിട്ടാൻ. വിന്റർ കഴിഞ്ഞിട്ടുള്ള ഒരു സമയം കൂടി ആയത് കാരണം സെപ്റ്റംബർ ആണെങ്കിൽ പിന്നെ ചാൻസ് കൂടുതൽ. അതായത് സമ്മറും കൂടിയാണ്. സമ്മർ എൻഡ് ആയിട്ടില്ല. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ഒരു വിന്റർ ഇപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തത്. ഇത്തവണത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അതായത് മാക്സിമം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എല്ലാ കടയിലും പോയി ചോദിക്കുക. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് 1 വീക്ക് അവൻ ഈ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ പോയി ചോദിക്കുക. കടയല്ലത് റെസ്റ്റോറൻറ്റാണ്. എന്നിട്ട് അവർ ആ ടൈമിന് അവന് ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കയറ്റി അവർ ടെമ്പററിയിലാണ് കയറ്റിയത്. പക്ഷെ ആ ടൈമിൽ ആ ചെറുക്കൻ വേറെ അപ്ലൈ ചെയ്ത് അവരുടെ ഒരു എന്നാ പറയുക ഒരു ടെമ്പററി കോൺട്രാക്ട് തീരാറായപ്പോൾ തന്നെ പയ്യന് വേറെ ജോലി കിട്ടി. പയ്യനപ്പോൾ സ്വിച്ച് ആയി. പയ്യൻ സേഫ് ആയിരുന്നു. അതേ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ ഇട്ടേക്ക് ഒന്നുകൂടി ബെസ്റ്റാണ്. അതായത്
പാർട്ട് ടൈമിൻ്റെ ബേസിലാണെങ്കിലും പിന്നെ ക്ലൈമറ്റിൻ്റെ ബേസിലാണെങ്കിലും. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ജാനുവരിയിലാണ് വന്നത്. ഞാനവർക്ക് ഇവിടുത്തെ എന്താ പറയുക തണുപ്പൊക്കെ നമുക്ക് പറ്റും. പക്ഷേ എയർപോർട്ടിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പൊന്നിൻ്റെ കൈ എനിക്കിനെ മടക്കാൻ പറ്റണില്ലായിരുന്നു അമ്മാതിരി. എന്നിട്ട് ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറി ഞാൻ എൻ്റെ സ്റ്റേ ചെയ്യാൻ പോകുന്ന അടുത്തേക്ക് വരാൻ നേരത്ത് ഞാൻ ആ ഹീറ്ററിൽ ഇങ്ങനെ കൈ വെച്ചേക്കായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റെഡി ആയത്. നല്ല തണുപ്പാണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ നമ്മുടെ അത്രയും ടെമ്പറേച്ചറിന് സ്വിച്ച് ആകുമ്പോൾ ഈ ഒരു രക്ഷയില്ല ഗൈസ്. അകത്ത് തന്നെ ഹീറ്റർ ഇട്ടിട്ട് പുതച്ച് കിടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ അഡാപ്റ്റ് ആയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പോഴൊരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയും തണുപ്പിൽ നിന്ന് കുറച്ച് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഊഷ്ണം തോന്നുന്നുണ്ട്. നാട്ടിൽ പോയിട്ട് വന്നപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു നല്ല രീതിക്ക് അവിടുത്തെ ചൂട് ഇപ്പോൾ പറ്റണില്ല. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ആവും നമ്മൾ. ചെറിയ ടെമ്പറേച്ചറൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ ഒരു 24, 25 അതിൽ ഭയങ്കര ചൂടെടുക്കുന്ന കാര്യം. അതാണ് പ്രശ്നം. നമ്മൾ അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അതൊരു വേറൊരു വിഷയമാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് നാട്ടിൽ പോയിട്ട് വന്നു. അയ്യോ, നാട്ടിലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എൻ്റെ പൊന്നേ സഹിക്കാൻ പറ്റണില്ലായിരുന്നു. അതാണെങ്കിൽ ഒന്നാമത് മറ്റേ ഫെബ്രുവരിയിലോ മാർച്ചിലും കണ്ടാൽ ഞാൻ പോയത്. നല്ല രസമായിരുന്നു. അതാ പറഞ്ഞത് ഇവിടെ പെട്ടെന്ന് നമ്മൾ അഡാപ്റ്റ് ആകും. പക്ഷെ അഡാപ്റ്റ് ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് സീനാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജാനുവരി ഇൻടേക്കിൽ ഈ തണുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് സെപ്റ്റംബറിൽ ഇൻടേക്കിൽ ഇല്ല. കാരണം എന്ന് വെച്ചാൽ വിൻ്ററായി വന്നേള്. വേറൊരു ഗുണം എന്ന് വെച്ചാൽ ജാനുവരി വരെയാണ് കുറേ പേര് ജാക്കറ്റൊക്കെ ഒടുക്കത്തെ വിലയാണ് നമ്മുടെ നാട്ടിൽ. ഏകദേശം 4-5 രൂപയ്ക്ക് 4000-5000 രൂപയ്ക്കാണ് വരുന്നത്. അപ്പോൾ അപ്പോൾ സെപ്റ്റംബറിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് നോക്കി കണ്ടൊക്കെ മേടിച്ചാൽ മതി. അതൊരു നല്ല എമൗണ്ട് സേവിങ്സ്. അതായത് ഇങ്ങോട്ട് വരാൻ നേരത്ത് കുറേ ഷോപ്പിങ്സ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും. ഈ പെട്ടിയും ഈ ജാക്കറ്റും കൂടി വരുമ്പോൾ തന്നെ 10, 12, 15 രൂപേൻ്റെ അടുത്താവും. എനിക്കറിയാമായിരിക്കും ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ അവന്മാർ കുറേ ലോ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇവന്മാരുടെ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈമിലേക്ക് ആയിരിക്കും കൊണ്ടുവന്ന് ഓരോന്ന് പറയണേ. ഈ ജൂലൈ 1-ാം തീയതി ആയിരുന്നു അവന്മാർ മറ്റേ ഈ കുറേ സ്പോൺസർഷിപ്പ് എടുത്ത് കളയുന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇത് പറഞ്ഞത്. അത് ആരും പ്രെഡിക്റ്റ് ചെയ്ത് പോലും ഇല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു പണി തരുമെന്ന്. അതായത് ചെറിയ ചെറിയ പരിപാടീൻ്റെ ആണെങ്കിലും സ്പോൺസർഷിപ്പ് ഒക്കെ എടുത്ത് കളഞ്ഞ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവന്മാർ നമ്മൾ നിൽക്കണ നിപ്പിലായിരിക്കും ലോ ചേഞ്ച് ചെയ്യണം. ഇപ്പം എൻ്റെ ഒരു നിലവിലെ ഒരു ഇതിൽ വെച്ച് സെപ്റ്റംബർ ഇൻടേക്ക് നിങ്ങൾക്ക് ഒന്നും കൂടി സേഫ് ആയിരിക്കും. അതായത് അപ്പോൾ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ കുറേ യൂണിവേഴ്സിറ്റീൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് കുറേ സ്റ്റുഡൻസിന് ക്യാസ് വന്ന് ഇതെല്ലാം പ്രോസസ്സിങ് എൻഡായി എന്ന് വെച്ചാൽ ഒരു ഫൈനൽ സ്റ്റേജിലായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ ഇൻടേക്ക് വരുന്നവർ ഒന്നും കൂടി സേഫാണ് ജാനുവരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവർ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഈ സെപ്റ്റംബർ ഇൻടേക്ക് കഴിയുമ്പോൾ അവർ പുറത്തിറക്കും. ഉറപ്പാണ് പുറത്തിറക്കും. ഒരു 80% ഉറപ്പാണ് പുറത്തിറക്കിയിരിക്കും. അതായത് PSW ആണെങ്കിലും കുറച്ച് വെട്ടി കുറയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ജാനുവരി ഇൻടേക്ക് വരുമ്പോൾ. അപ്പോൾ UK-ലായിട്ട് ഇപ്പം നിലവിൽ വരാൻ നിൽക്കുവാണെങ്കിൽ മാക്സിമം പറ്റുവാണെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്ക് വരാൻ നോക്കുക. അഥവാ നിങ്ങൾക്ക് ആ സെപ്റ്റംബർ ആ ഒരു ഗ്യാപ്പിൽ കയറാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോട് ചോദിക്കാനും പറ്റും. അതായത് ഇന്ന പോലത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റും. അവർ തരും. ഇവർക്ക് എന്തായാലും പൈസ ഇടുന്ന കേസ് അവരെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും. നിങ്ങളിപ്പോൾ ഡെപ്പോസിറ്റ് ഇതൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മാക്സിമം സെപ്റ്റംബർ ഇൻടേക്ക് കയറി വരാൻ നോക്കുക. അറിയാം ഇപ്പം തന്നെ ജൂലൈ ആയി, ഇനി ആഗസ്റ്റ്, സെപ്റ്റംബർ 1 മാസമുള്ളൂ. പക്ഷെ നിങ്ങളുടെ ലോണിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യത്തെ ഒരു ബാങ്കിൽ വെച്ചിട്ട് ഞാൻ 3 മാസത്തോളം ഓടി. പിന്നെ രണ്ടാമത്തെ ബാങ്കിലോട്ട് ഞാൻ സ്വിച്ച് ആയിട്ട് എൻ്റെ പേപ്പർ വർക്ക്സ് ഒക്കെ കറക്റ്റ് ആയത് കാരണം അവർ പറഞ്ഞൊരു ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 ആഴ്ച കേട്ടോ. ഈ 3 ആഴ്ചക്കുള്ളിൽ എനിക്ക് ലോൺ സാങ്ഷൻ ആയി കിട്ടി കേട്ടോ. നിങ്ങളുടെ പേപ്പർ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ, അതായത് പക്കയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ സാങ്ഷൻ ആവും. അല്ലെന്നുണ്ടെങ്കിലാണ് ഈ പ്രശ്നമായി. എനിക്ക് തന്നെ അറിയാം കുറേ ഇഷ്യൂ വന്നായിരുന്നു. ഇത് കുറേ ഡോക്യുമെന്റ്സിലൊക്കെ എന്താണ് കുറേ മിസ്സിങ് ഉണ്ടായിരുന്നു. അത് ലീഗലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് വരും. പിന്നെ അതിൻ്റെ പുറകെ ഓടണം. വല്ലാത്ത ചടങ്ങായി. അപ്പം നിങ്ങളുടെ പേപ്പർ വർക്ക്സ് ഒക്കെ പക്കയാണെങ്കിൽ പെട്ടെന്ന് ലോൺ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ മേടിക്കുക, പെട്ടെന്ന് തന്നെ കയറുക. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കേസാണ്. അതായത് ഇപ്പോൾ ജാനുവരി 1 വരാം, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ ജാനുവരി അടുത്ത വർഷമാണ്, അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഒരു പകുതിയോളം ലോസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതുകൂടാണ്ട് പുതിയത് ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം. അതായത് വേറൊരു വർഷമാണ്, അവർക്ക് മാക്സിമം ഇമിഗ്രേഷൻ കുറയ്ക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ ആ ലോസൊക്കെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് നാട്ടിലേക്ക് പോകാനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ എല്ലാം വായിച്ചുകളഞ്ഞേക്ക് വരിക, പഠിക്കുക, സർട്ടിഫിക്കറ്റ് ആയിട്ട് പോവുക, ഒരു കുഴപ്പമില്ല. ഇവിടെ അവർക്കും ഇതാണ് ഇഷ്ടം ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വരിക. എന്നാ പറയാം, പണ്ടത്തെ പോലെ അത്ര ഈസി അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വരാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതൊക്കെ മനസ്സിലാക്കി വരിക. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ റിപ്ലൈ തന്നോളാം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ഞാനിപ്പോൾ പറയാത്ത എന്നാന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചാലും കൂടുതൽ മെസ്സേജ് വരുന്നുണ്ട്. അതായത് എൻ്റെ ഫോളോവേഴ്സ് അല്ലാണ്ട് തന്നെ പുറത്തുനിന്ന് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ഭയങ്കര ഡീപ്പായിട്ടാണ് ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിന് എല്ലാത്തിനും കൂടി എനിക്ക് റിപ്ലൈ അറിയാലോ. ഞാനിവിടെ ഒരു സ്റ്റുഡൻ്റ് ആണ്, പാർട്ട് ടൈമിനും പോകണം, പാതിരാത്രിയാണ് കയറി വന്നത്.
പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കോളേജിലോട്ട് ഓടണം. എൻ്റെ കേട്ടായി ഞാൻ കാണുവാണെങ്കിൽ ഞാൻ അയക്കാം, മാക്സിമം ഫോളോ ഒക്കെ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ നോക്കട്ടോ. പടപടേ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. ഈ ഒന്നും പറഞ്ഞ് അറിയാലോ, അപ്പോൾ ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ ചിലപ്പോൾ വൈകുന്നായിരിക്കും. ഞാൻ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നൽകിയും നാട്ടിലത്തെ പോലത്തെ ഒരു ഇതല്ലല്ലോ. വീട്ടിലൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ, നിനക്കൊക്കെ വല്ലതും അറിയണം, നിനക്ക് ഇരുന്ന് പഠിച്ചാൽ മതിയല്ലോ എന്ന്. ആ സാധനം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് മനസ്സിലാക്കിയ, പഠിക്കാൻ പോലും സമയമില്ല. ഓൾ ദ ബെസ്റ്റ്, ബാ കയറുക, ശരിയെന്ന്.